എല്ലാ വാരാന്ത്യ ദിവസങ്ങളിലും ഇവർ ഒത്തുചേരും അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൽ. തങ്ങളുടെ കൂട്ടത്തിലുള്ള കുരുന്ന് പ്രതിഭകൾക്ക് ആവശ്യമായ പ്രോത്സാഹനം നൽകുകയാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം. നേരത്തെ കരോക്കെ ക്ലബ്ബ് എന്നും ഇപ്പോൾ മ്യൂസിക് ഫ്ലവേഴ്സ് എന്ന പേരിലുമാണ് ഈ കൂട്ടായ്മ അറിയപ്പെടുന്നത്. ഗായികയായും നായികയായും നസ്രിയ വീണ്ടും ജനമനസ്സുകളെ കീഴടക്കുകയാണ്. നസ്രിയ പഠിച്ചു വളർന്ന പ്രവാസ ഭൂമികയാണ് അലൈൻ. അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ വേദികൾക്ക് ആ കലാകാരിയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. വളർന്നു വരുന്നവർക്ക് അലൈൻ സോഷ്യൽ സെന്ററിന്റെ വാതായനങ്ങൾ ഇപ്പോഴും തുറന്നു കിടക്കുകയാണ്. കഴിവ് പ്രകടിപ്പിക്കാൻ വേദികൾ തേടുന്ന ആർക്കും ഇവിടേക്ക് കയറി വരാം. ആടാം, പാടാം, കവിതകൾ ചൊല്ലാം. അതിനുള്ള വേദിയാണ് മ്യൂസിക് ഫ്ലവേഴ്സ്. കഴിഞ്ഞ 3 വർഷമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നമ്മൾ കരോക്കെ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പുതിയ മാനേജിംഗ് കമ്മിറ്റി വന്നതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ കരോക്കെ ക്ലബിന് ചില പരിമിതികളുണ്ടായിരുന്നു. ഇവിടുത്തെ കുട്ടികൾക്കുള്ള ഡാൻസും മറ്റുള്ള പ്രോഗ്രാംസൊന്നും അവതരിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. അപ്പം പബ്ലിക് ഡിമാൻഡിൻ്റെ പേരിൽ നമ്മൾ ഇപ്രാവശ്യം മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡാൻസും നാടൻ പാട്ടുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് മ്യൂസിക് ഫ്ലവേഴ്സ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ കലാകാരന്മാർ ഒത്തുചേരും. നേരത്തെ കരോക്കെ ക്ലബ്ബ് എന്ന പേരിൽ സംഗമിച്ചിരുന്ന ഈ കലാകൂട്ടം അടുത്തിടെയാണ് മ്യൂസിക് ഫ്ലവേഴ്സ് എന്ന പേരിൽ വിപുലമാക്കിയത്. നസ്രിയെ പോലെയുള്ള അനുപമയെ പോലെയുള്ള ഒരുപാട് കലാകാരികൾ വളർന്നു വന്നത് ISCയുടെ തട്ടകത്തിൽ കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലെഗസി പേറുന്ന ധാരാളം കലാകാരികളുണ്ട്. ഈ ഒരു സംരംഭം മ്യൂസിക് ഫ്ലവേഴ്സ് എന്നുള്ളത് ഈ വർഷം ജാബിർ ബീരാൻ ISCയുടെ എൻ്റർടൈൻമെൻറ്റ് സെക്രട്ടറി ആയതിനു ശേഷം തുടങ്ങി വെച്ച ഒരു സംരംഭമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മ്യൂസിക് ട്രൂപ്പായിട്ട് മാറ്റുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കുഞ്ഞി നീലേശ്വരത്തെ പോലുള്ള അധ്യാപകർ ഇവരുടെ കലാപ്രകടനങ്ങളെ വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതും ഈ കൂട്ടായ്മയെ വേറിട്ടതാക്കുന്നു. പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നതിന് വേണ്ടിയിട്ട് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ ബേസിക്കായിട്ട് ഉള്ള ഒരു അവർ ഇതിന് വേണ്ടിയിട്ട് വന്നുകൊണ്ട് ഇതിലേക്ക് മുന്നോട്ട് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇന്ത്യൻ സോഷ്യൽ സെൻ്ററിൽ. എന്ത് വലിയൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും ഇവിടെ പ്രാക്ടീസ് ചെയ്യാനും എല്ലാ സപ്പോർട്ടിനും ചെയ്യുന്നത് ISC തന്നെയാണ്. അത് എല്ലാ കുട്ടികളെ എല്ലാ രീതിയിലും, ആക്ടിംഗ് ആണെങ്കിലും അത് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്രോഗ്രാമിൽ എല്ലാ കുട്ടികളെയും ലൈക്ക് ഇങ്ങനെ മുന്നിലോട്ട് പ്രോത്സാഹിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. കലാരംഗത്തേക്ക് അലൈനിലെ ഹരിതഭൂമിയിൽ നിന്ന് ഇനിയുമേറെ പേർ കടന്നുവരാനുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് ഈ കൂട്ടായ്മ. നമുക്കും കാത്തിരിക്കാം ആ പ്രതിഭകൾക്കായി.